കോൺട്രാക്ട് മാരേജ്. രചന ലില്ലി. അവതരണം മിത്രവിന്ദ. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട എഴുത്തുകാരി ലില്ലി ഒരു പുതിയ കഥയുമായി എത്തിയതാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ദയവ് ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഭാഗം 1. ഒരു 3 മാസത്തേക്ക് തനിക്കെൻ്റെ ഭാര്യയാകാൻ കഴിയുമോ? ആഴമായൊരു മൗനത്തിലേക്ക് ആ ചോദ്യമൊന്ന് വീണതും ഞാനൊന്ന് പുഞ്ചിരിച്ചു. മെല്ലെ മെല്ലെ ആ ചിരിയൊരു പൊട്ടിച്ചിരിയായി മാറി. ഉഫ്, ഇങ്ങനെ ചിരിക്കല്ലേടോ. വിരലുകളെ തലോടിക്കൊണ്ടവൻ എന്നിലേക്ക് ചേർന്നിരുന്നപ്പോൾ ആ തോളിലേക്ക് മെല്ലെ ഞാൻ തല ചായ്ച്ചു. വീശിയടിക്കുന്ന കടൽക്കാറ്റിന്റെ തണുപ്പിൽ എനിക്കും വല്ലാതെ കുളിരുന്നുണ്ടായിരുന്നു. ലെറ്റ്സ് കം ടു ദി പോയിന്റ് ജോർജി. എനിക്കെത്ര കിട്ടും? 50-50? പ്രതീക്ഷിക്കാതെയുള്ള മറുപടിയിൽ ആ മുഖത്ത് മിന്നുന്ന കൗതുകം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. 1 ദിവസം 1,00,000. അങ്ങനെ എത്ര ദിവസം എൻ്റെ കൂടെയുണ്ടോ അത്രയും ദിവസവും. അങ്ങനെയൊരു ഡീൽ വെച്ചാലോ? അയാൾ എൻ്റെ ജീവിതത്തിനാണ് വിലയിട്ടതെങ്കിലും പണം അതെനിക്ക് അത്യാവശ്യമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഞാനൊരു നീണ്ട മൗനത്തിലേക്ക് കൂപ്പുകുത്തി. ദർശിനി, താനൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ മൗനത്തിനപ്പുറം അവൻ്റെ തിടുക്കമായിരുന്നു മുന്നിട്ട് നിന്നത്. യെസ്, ബട്ട് കണ്ടീഷൻസ് അപ്ലൈ. ഞാൻ ഇടം കണ്ണിട്ട് ആ സന്തോഷത്തെ കാണുകയായിരുന്നു. എന്ത് കണ്ടീഷൻസ് വേണമെങ്കിലും അയക്കൂ, ഞാൻ റെഡി. എന്തായാലും ഞാൻ സമ്മതിച്ചല്ലോ. ആശ്വാസം. കാരണം യു ആർ മൈ ബെസ്റ്റ് ചോയ്സ് ദർശിനി. ഒരു നിശ്വാസത്തിൻ്റെ ദൂരം കടം കൊണ്ട് എൻ്റെ തോളിലൂടെ കൈചേർത്ത് എന്നെ അവൻ ആ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി. ആൻഡ് ഓൾവേസ് യു ആർ മൈ. പറഞ്ഞു തീർക്കാതെ പാതി വഴിയിലവൻ നിർത്തിയതും ഞാൻ മുഖമുയർത്തി. യു ആർ മൈ? ബാക്കി പറയുന്നില്ലേ? നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. ആ കൈകൾ എന്നെ ഒരിക്കൽ കൂടി അവനിലേക്ക് മുറുക്കി ചേർത്തു. ആള് നന്നായി വിയർത്തിരിക്കുകയാണ്. എങ്കിലും അതെനിക്കിഷ്ടായിരുന്നു. ആ ചേർത്ത് പിടിക്കലിൽ ഒരുപാട് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ കണങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇരുട്ടിലെവിടെയോ തനിച്ചായൊരു കൂറ്റൻ വഴിവിളക്കിൻ്റെ മഞ്ഞ വെളിച്ചത്തിലൂടെ ഞങ്ങൾ തിരികെ ഫ്ലാറ്റിലേക്ക് നടന്നു. തുടരെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോളുകളുടെ തിരക്കിലായിരുന്നവൻ. ഇടയ്ക്കെപ്പോഴോ ഒരു നിഴൽ ദൂരം പിന്നിലായി നടന്നു വരുന്ന എന്നിലേക്ക് അവൻ തിരിഞ്ഞു. ദർശിനി, താൻ ഫ്ലാറ്റിലേക്ക് വിട്ടു. എനിക്കൊരല്പം തിരക്കുണ്ട്. ഒരു ക്ലൈന്റ് മീറ്റ്. ഫ്ലാറ്റിൻ്റെ താക്കോൽ എനിക്ക് നേരെ എറിഞ്ഞുകൊണ്ട് ഇരുട്ടിലേക്ക് അവൻ മറയുന്നത് ഞാനറിഞ്ഞു. മുംബൈ നഗരത്തിലെ ഒരു പബ്ബിൽ വെച്ച് 5 വർഷങ്ങൾക്ക് മുൻപൊരു നിശാ പാർട്ടിയിലാണ് ജോർജിയെ ഞാൻ ആദ്യമായി കാണുന്നത്. ലഹരിയുടെ കയറുകൾ വരിഞ്ഞു മുറുക്കിയ ഉടലുകളാൽ പല വർണ്ണ വെളിച്ചത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന അല്പം നീണ്ട മൊഴിയിഴകൾ ഉള്ളൊരു ചെറുപ്പക്കാരൻ. ഞാനും ഇവിടെയൊന്നും പുതിയതായിരുന്നു. വലിയ സുഹൃത്ത് വലയങ്ങളൊന്നുമില്ലാതെ തനിച്ചങ്ങനെ. സത്യത്തിൽ അതായിരുന്നു കൂടുതൽ ഇഷ്ടവും. പബ്ബിലെ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ഇരുണ്ട കോണിൽ ഞാൻ ഇരുന്നു. കാതടിപ്പിക്കുന്ന സംഗീതവും മാറിമറിയുന്ന വെളിച്ചങ്ങളും എനിക്കും നൃത്തം ചെയ്യാനും മതിമറന്ന തിരക്കിലേക്ക് ചായാനും ഒരു വേള തോന്നിപ്പോയി. ഇടയ്ക്കെപ്പോഴോ നിറയെ രോമാവൃതമായൊരു കൈത്തണ്ട എനിക്ക് നേരെ നീണ്ടുവന്നു. ചുണ്ടിൽ ലഹരിയാൽ കുഴയുന്നൊരു വിടർന്ന പുഞ്ചിരിയുമായി ഒരാൾ. ലെറ്റ്സ് ഡാൻസ് ബേബി, കമോൺ. കള്ളച്ചിരിയോടെ അവൻ്റെ ഒറ്റക്കണ്ണൊന്ന് അടഞ്ഞു തുറന്നു. 1-2 പെഗിന്റെ മൂഡിലായിരുന്നു ഞാനും. ആളെ കണ്ടിട്ടൊരു മലയാളി ലുക്കുമുണ്ട് മൊത്തത്തിൽ. ഞാൻ ചിരിയോടെ സമ്മതത്തോടെ ആ കൈകളിലേക്ക് എൻ്റെ കൈകോർത്തതും അനുനിമിഷം ഇളക്കി മറിയുന്ന ജനത്തിരക്കിലേക്ക് ഞങ്ങൾ അലിഞ്ഞു ചേർന്നു. ഇടയ്ക്കെപ്പോഴും ഒന്നും പറയാതെ അയാൾ ഇങ്ങോട്ടോ അപ്രത്യക്ഷമായി. പിന്നീട് കുറേ മാസങ്ങൾക്കപ്പുറമാണ് വീണ്ടും കാണുന്നത്. ഞങ്ങളുടെ കമ്പനിയിലെ ആനുവൽ പ്രോഗ്രാം നടന്ന ഒരു ഹോട്ടലിൽ വെച്ച്. എന്നെ കണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതോ കണ്ടിട്ടും കണ്ട ഭാവം നടിക്കാത്തതാണോ അതും അറിയില്ല. അങ്ങോട്ട് പരിചയം തോന്നിപ്പിക്കാത്ത പോലെ ഞാനും നിന്നു. ഇടയ്ക്കെപ്പോഴോ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് അയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണെന്ന് ഞാൻ അറിഞ്ഞു. ഏയ്, നൈസ് ടു മീറ്റ് യു. ഒരു മഞ്ഞ നിറമുള്ള റോസപ്പൂവും എനിക്ക് നേരെ നീട്ടി അന്നത്തെ അതേ ചിരിയോടെ മുൻപിൽ നിൽക്കുന്നു. ഞാനും ചിരിച്ചു. ഹായ്, ഐ ആം ജോർജി. ദർശിനി. ഇളം ചൂടുള്ള അവൻ്റെ കൈകൾ എൻ്റെ കൈവിരലുകളെ മെല്ലെ പൊതിഞ്ഞു. തൻ്റെ വക്സൊക്കെ ഞാൻ കണ്ടിരുന്നു.
റിയലി അമേസിംഗ്. ഞാൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. വൈൽഡ് ഫോട്ടോഗ്രാഫി സ്വപ്നം കണ്ട് മുംബൈയിലേക്ക് വണ്ടി കയറി. അവസാനം നിലനിൽപ്പില്ലാതെ ഇവിടെ ഒരു മീഡിയ പ്രൊഡക്ഷൻ ഹൗസിൽ ജോലിക്ക് കയറിയതായിരുന്നു ഞാൻ. ഇവിടെയും ജോലി സെയിം തന്നെയാണ്. പക്ഷെ അവരുടെ ഇഷ്ടത്തിനൊത്ത് ക്യാമറ ചലിപ്പിക്കണം. സ്വാതന്ത്ര്യം മോഹിച്ച് ഓടിക്കയറിയത് ഏതോ കൂടിനുള്ളിലേക്കായിപ്പോയി. തൻ്റെ ടീം ലീഡർ ദയാലിൻ്റെ ഫ്രണ്ടാണ്. ഇവിടെ ആകെയുള്ളൊരു മലയാളി ലേഡി ഫോട്ടോഗ്രാഫറുടെ കാര്യം അവനാണ് പറഞ്ഞത്. എനിക്കെന്തോ വാക്കുകൾ നഷ്ടപ്പെട്ട പോലെയായി. താങ്ക്സ്. മറ്റൊന്നും ചോദിക്കാതെ ഒരൊറ്റ വാക്കിൽ എല്ലാത്തിനും ഉത്തരം കൊടുത്തു. തന്നെ എവിടെയോ കണ്ട പോലെ തോന്നുന്നു. ചൂണ്ടുവിരൽ നെറ്റിയിൽ ഒഴിഞ്ഞുകൊണ്ട് അയാൾ എനിക്ക് നേരെ കണ്ണു കൂർപ്പിച്ചു. ആശാനെന്ന് പബ്ബിൽ കണ്ടതൊന്നും തീരെ ഓർമ്മയില്ലെന്ന് തോന്നുന്നു. ഒരാളെപ്പോലെ 7-8 ആളുകളുണ്ടെന്നല്ലേ? ചിരിയോടെ പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് ഞാൻ നടക്കുമ്പോഴും അയാൾ ചിന്തയിലായിരുന്നു. അങ്ങനെ പല പല കണ്ടുമുട്ടലുകൾ. കോഫി ഷോപ്പുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, പബ്ബുകളിൽ. ഒരു പുഞ്ചിരി, 1-2 വാക്കിലുള്ള കുശലാന്വേഷണങ്ങൾ. അങ്ങനെ മാത്രം പിന്നെയും നീണ്ടുപോയ 2 വർഷങ്ങൾ. ഞാൻ ഇന്നും ഒറ്റയ്ക്കായിരുന്നു. അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്ന സന്തോഷകരമായ കുടുംബം. പെട്ടെന്ന് വന്നൊരു പനിയായിരുന്നു അമ്മയ്ക്ക്. ആശുപത്രിയുടെ ഇടനാഴിയിൽ വെള്ള പുതപ്പിച്ച അമ്മയുടെ ശരീരത്തിന് മുമ്പിൽ നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞൊരു 8 വയസ്സുകാരി. പക്ഷേ 2 മാസങ്ങൾക്കപ്പുറം എനിക്ക് പുതിയൊരു അമ്മ വന്നു. ഒരിക്കലും ഉൾക്കൊള്ളാനാകാതെ ഞാനും മെല്ലെ മെല്ലെ അച്ഛനോട് വെറുപ്പ് മാത്രമായി. എല്ലാവരും എന്നോട് അടുക്കാൻ ശ്രമിച്ചിട്ടും ഇത്ര വേഗം എൻ്റെ അമ്മയെ മറന്ന അച്ഛനെ ഞാൻ ഉള്ളുകൊണ്ട് വെറുത്തു തുടങ്ങി. എനിക്കൊരു അനുജത്തി പിറന്നു. അച്ഛൻ്റെ സ്നേഹം വീണ്ടും പങ്കിട്ടു പോകുന്നതിൻ്റെ അർത്ഥമില്ലാത്ത വാശി മൂടിയ എൻ്റെ മനസ്സ്. ആ കലാപങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ കുടുംബം ഇന്നായിരുന്നെങ്കിൽ ഞാനങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. ഭാര്യ മരിച്ചെന്ന് കരുതി വിവാരിനായിട്ട് ജീവിതകാലം മുഴുവനും എന്നെ മാത്രം സ്നേഹിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. തിരിച്ചറിവിൻ്റെ അവസരങ്ങൾ വന്നപ്പോൾ വീണ്ടും ഞാൻ ഒറ്റപ്പെട്ടു പോയി. പിന്നീടൊരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്ത പോലെ തീർത്തു ഒറ്റയ്ക്ക്. അന്നും ഇന്നും ആ വീട് എനിക്ക് അന്യമായിരുന്നു. കാരണം ഞാൻ ഇന്നും മനസ്സുകൊണ്ട് ആ ആശുപത്രിയിലെ ഇടനാഴി തന്നെയാണ്. മാറ്റങ്ങളൊന്നുമില്ലാതെ. ഞങ്ങളുടെ ഒരു പുതിയ ഫാഷൻ ഇവന്റ് പ്രോജക്റ്റിലേക്ക് ഫ്രീലാൻസായി വർക്ക് ചെയ്യാൻ രസനിക്ക് താല്പര്യമുണ്ടോ? ഒരിക്കൽ കുഴഞ്ഞ ശബ്ദത്തോടെ ഒരു ഫോൺ കോൾ ജോർജിയയിൽ നിന്നും എന്നെ തേടിയെത്തി. ആളല്പം ഫിറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇവന്റിലേക്ക് എന്നെ ക്ഷണിക്കാൻ കാട്ടുന്ന വിശ്വാസം അതെങ്ങനെ ഉണ്ടായിക്കാണും? എടോ, ഏതാണ്ടൊക്കെ വലിച്ചു കയറ്റി താൻ ചുമ്മാ ഓരോ വട്ടു പറയുവാണോ? ചിരിയോടെയാണ് ഞാനത് ചോദിച്ചത്. മറുതലയ്ക്കൽ ഈ ശബ്ദത്തോടെ കോൾ കട്ടായതും എനിക്കെന്തോ വല്ലായ്മ തോന്നി. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഒരു പക്ഷേ അതൊരു കച്ചിത്തുരുമ്പായിരുന്നെങ്കിലോ? തനിക്ക് ജോർജ് വെച്ച പ്രൊപ്പോസൽ ഒന്നുകൂടി ആലോചിക്കായിരുന്നില്ലേ? അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് ദയാൽ അങ്ങനെ ചോദിക്കുമ്പോഴാണ് ജോർജ് പറഞ്ഞത് കാര്യമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. ഒന്നുകൂടി ആലോചിക്കുക. കാരണം ഇത് ചിലപ്പോൾ തനിക്ക് കിട്ടുന്നൊരു ഗോൾഡൻ ചാൻസ് ആയിരിക്കും. ചിരിയോടെ എൻ്റെ തോളി തട്ടി മെല്ലെ ദയാൽ നടന്നകലുന്നത് നോക്കി ഞാൻ അങ്ങനെ നിന്നു. അല്പസമയങ്ങൾക്കപ്പുറം ഞാൻ ജോർജിയെ വിളിച്ചു. എടോ, താനെന്ന് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരു കൈ നോക്കാൻ ഞാൻ റെഡിയാണ്. എന്ത് കാര്യം? അവൻ അല്പം ഗൗരവത്തിൽ തന്നെയാണ്. എന്നാൽ എന്തോ ഓർത്തെടുത്ത പോലെ വേഗം അവനിൽ നിന്ന് മറുപടി വന്നു. സോറി ദർശിനി, അത് ഞങ്ങൾക്ക് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടി വന്നു. കനത്ത മൗനത്തിൻ്റെ അവസാനം ഞാൻ തന്നെ ഫോൺ വെച്ചു. നഷ്ടബോധം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും. പക്ഷെ ഒന്നിനും വേണ്ടി യാചിക്കാനും കാരണം തിരിയാനും മനസ്സ് തോന്നിക്കാത്ത മരവിച്ചൊരവസ്ഥ. എന്നാൽ എല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് അടുത്ത ദിവസം ജോർജിയുമായിട്ടുള്ള കണ്ടുമുട്ടലിൽ അന്ന് പറഞ്ഞ അതേ പ്രൊപ്പോസൽ വീണ്ടും അയാൾ എനിക്ക് നേരെ നീട്ടി. ഡീല് സംസാരിക്കുകയും അഡ്വാൻസ് തുകയുടെ ചെക്കും എനിക്ക് കൈമാറി പരുക്കൻ ഭാവത്തോടെ ജോർജി എഴുന്നേറ്റ് നടന്നകന്നു. ഫാഷൻ ഇവന്റിന്റെ ദിവസങ്ങൾ വളരെ തിരക്കേറിയതായിരുന്നു. ആ വലിയ ഫാഷൻ ഇവന്റിന്റെ റാമ്പിലേക്ക് വർണ്ണ വെളിച്ചങ്ങൾ അലയടിച്ചുയർന്നപ്പോൾ എൻ്റെ വിരലുകൾ ക്യാമറയുടെ ലെൻസിലേക്ക് അമർന്നു. ഇരുളും വെളിച്ചവും മാറി മറിയുന്ന ആ മായാലോകത്ത്
കടും നിറങ്ങളിലുള്ള ഡിസൈനർ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈണത്തിനൊത്ത് ചുവടുവെക്കുന്ന മോഡലുകൾ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ അതിമനോഹരമായ ഫ്രെയിമുകളായി മാറിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങളോ ഫ്ലാഷ് ലൈറ്റുകളോ തിളക്കമോ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല. എൻ്റെ ശ്രദ്ധ മുഴുവനും ആ റാപ്പിലെ ഓരോ ചലനങ്ങളുടെയും ഭാവങ്ങളുടെയും ആത്മാവ് ഒപ്പിയെടുക്കുന്നതിലായിരുന്നു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ അത്രയും സ്വാതന്ത്ര്യം തന്നില്ലെങ്കിലും ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ ആ ഫാഷൻ ഷോയുടെ ഓരോ നിമിഷവും പകർത്തുമ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയിരുന്നു. ആ വലിയ ഫാഷൻ ഇവന്റ് വൻ വിജയമായി അവസാനിച്ച നിമിഷം ചുറ്റും അഭിനന്ദനങ്ങളുടെയും ഷാമ്പയിൻ ബോട്ടിലുകളുടെയും ബഹളമായിരുന്നു. ആ തിരക്കിൽ നിന്നുമെല്ലാം മാറി തോളിൽ തൂങ്ങുന്ന കനത്ത ക്യാമറയുടെ സ്ട്രാപ്പൊന്നു മാറ്റി ഞാൻ റാപ്പിന്റെ ഒരു കോണിലേക്ക് ഒതുങ്ങി നിന്നു. വിരലുകൾക്കും കഴുത്തിനും നല്ല വേദനയുണ്ടായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ നിഴലിനെ മറിച്ചുകൊണ്ട് ഒരാൾ മുന്നിൽ വന്ന് നിന്നത്. നോക്കിയപ്പോൾ ജോർജിയാണ്. കയ്യിലൊരു ഗ്ലാസ് ജ്യൂസുമായി അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. വിയർപ്പിൽ കുതിർന്ന എൻ്റെ മുഖത്തേക്കും തളർന്ന കൈകളിലേക്കും അവൻ്റെ നോട്ടം നീണ്ടു. താൻ ശരിക്കും ഒരു സംഭവമാണ് ദർശിനി. ഒരു കള്ളച്ചിരിയോടെ അവൻ ആ ഗ്ലാസ് എനിക്ക് നേരെ നീട്ടി. ഞാൻ അത്ഭുതത്തോടെ അവനെ നോക്കി. പരുക്കൻ ഭാവങ്ങൾ മാത്രമായിരുന്ന ജോർജിയുടെ മുഖത്തിപ്പോൾ എന്നോട് ആത്മാർത്ഥമായൊരു ബഹുമാനം നിഴലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മോണിറ്ററിൽ തന്റെ ഫ്രെയിമുകൾ കാണുന്നുണ്ടായിരുന്നു. അവൻ എൻ്റെ അരികിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഈ ലൈറ്റിങ്ങിലും ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ മോഡലുകളുടെ എക്സ്പ്രഷൻസ് ക്യാപ്ചർ ചെയ്യാൻ ഇവിടെയുള്ള മറ്റൊരു ഫോട്ടോഗ്രാഫർക്കും കഴിയില്ല. ദയാൽ പറഞ്ഞത് 100% ശരിയാണ്. റിയലി അമേസിംഗ് വർക്ക്. തിയേറ്ററിലെ ആ ക്രൗഡിന്റെ കൈയടി പകുതിയും നിന്റെ ഈ ഫ്രെയിമുകൾക്കുള്ളതാണ്. പെട്ടെന്നുണ്ടായ ആ അഭിനന്ദനത്തിൽ എൻ്റെ ഉള്ളിലൊരു കുളിർമ പടർന്നു. ഒരു കലാകാരി എന്ന നിലയിൽ അവൻ എന്നെ തിരിച്ചറിഞ്ഞ ആ നിമിഷം എൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ചു. എൻ്റെ തോളിൽ മെല്ലെ തട്ടി അവൻ ആ ജനക്കൂട്ടത്തിലേക്ക് തിരികെ നടക്കുമ്പോഴും അവൻ്റെ ആ വാക്കുകൾ എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ ഫാഷൻ ഷോയ്ക്ക് ശേഷം മുംബൈ നഗരത്തിൽ എൻ്റെ ക്യാമറയ്ക്ക് പുതിയൊരു ജീവൻ വയ്ക്കുമായിരുന്നു. ജോർജിയുടെ റെക്കമെൻഡേഷനിലും കെയർ ഓഫിലും വലിയ പ്രോജക്റ്റുകൾ എന്നെ തേടിയെത്തി. എൻ്റെ ആത്മാർത്ഥത കൊണ്ട് തന്നെ അവയൊക്കെയും വൻ വിജയങ്ങളായി മാറി. ആ പ്രൊഫഷണൽ ബന്ധം പതിയെ ഞങ്ങൾക്കിടയിൽ വലിയൊരു സൗഹൃദത്തിന് വഴിമാറി. പലപ്പോഴും അവനെൻ്റെ ഫ്ലാറ്റിലേക്ക് വരും. ഒരുമിച്ചുള്ള യാത്രകളും തമാശകളും ഞങ്ങൾ ഒന്നിച്ച് ആസ്വദിച്ചു. ചില രാത്രികളിൽ വീശുന്ന കടൽക്കാറ്റിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ വാക്കുകളേക്കാൾ വലിയൊരു മൗനം നിറയാറുണ്ടായിരുന്നു. ആ മൗനത്തിനപ്പുറം ഞങ്ങൾ പരസ്പരം എന്തൊക്കെയോ ആണെന്ന് ഒരു തോന്നൽ എന്നിൽ വേരൂന്നി തുടങ്ങി. പക്ഷെ ആ തോന്നൽ എനിക്ക് മാത്രമായിരുന്നു എന്നത് എൻ്റെ ഉള്ളിൽ വലിയൊരു ചോദ്യചിഹ്നമായി. അവനപ്പോഴും അങ്ങനെയായിരുന്നു. കളിച്ച് ചിരിച്ച് സംസാരിക്കും, ഒരുപാട് കെയർ ചെയ്യും. എന്നാൽ ഉള്ളിലെ വികാരങ്ങളെ ഒരു കൃത്യമായ അതിരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താൻ അവൻ അറിയാമായിരുന്നു. എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന അവൻ്റെ ആ സ്വഭാവത്തിലും എന്നോട് പെരുമാറുമ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ അറിയാതെ അവനിലേക്ക് വഴുതി വീഴുകയാണോ എന്ന ഭയം എന്നെ പിടികൂടിയതും പതിയെ ഞാൻ അവളിൽ നിന്നും ഒരകലം പാലിക്കാൻ പിന്നിലേക്ക് മാറാൻ ശ്രമിച്ചു തുടങ്ങി. എന്ത് രസമാണെന്നോ അവനോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ. ഇടയ്ക്കെൻ്റെ മടി കിടന്നിട്ട് പറയും, ഒന്ന് മസാജ് ചെയ്ത് തരുമോ ദർശിനിന്ന്. അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിപ്പോകും ആശാൻ. ആ നിഷ്കളങ്കമായ മുഖവും നീര തെറ്റിയ പല്ലുകൾ കാട്ടിയ ചിരിയുമൊക്കെ ആരെയാണ് അവനിലേക്ക് ആകർഷിക്കാതെ? എനിക്ക് തോന്നാറുണ്ട്, അന്നൊരു വൈകുന്നേരം കടൽ തീരത്തെ പതിവ് കൂടിക്കാഴ്ചയിൽ ജോർജിയുടെ ആ ചോദ്യം എടുത്തു ചാടി സമ്മതം അറിയിച്ചെങ്കിലും ഈ നാടകങ്ങളുടെ കാരണം അറിയാൻ എനിക്ക് തിടുക്കമായിരുന്നു. എൻ്റെ ആശങ്കകൾ ജോർജ് മനസ്സിലാക്കിയതിനാലാകാം അവൻ്റെ മനസ്സ് തുറന്നത്. അതിശക്തമായ കടൽക്കാറ്റും ആടി ഉലയുന്ന തിരമാലകളും. അവൻ കടലിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങി, നമ്മൾ പുറമേ നിന്ന് കാണുന്ന ജോർജിയല്ല അവനെന്ന്. മുംബൈ നഗരത്തിൽ വലിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയൊക്കെ ആഡംബരത്തിൽ ജീവിക്കുന്ന ഈ ജോർജി വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിലാണെന്ന്. അതിൽ നിന്നൊക്കെ കരകയറി മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് വലിയൊരു തുക വേണം. കടബാധ്യതകൾ അവനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായിന്ന്. അവൻ്റെ വാക്കുകൾ കേട്ട്
ഞാൻ ഒരു നിമിഷം സ്തബ്ധയായി പോയി. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു ബിസിനസ്സുകാരനാണ് ജോർജി എന്നായിരുന്നു എൻ്റെ ധാരണ. എന്നാൽ എൻ്റെ ചിന്ത അത് തെറ്റായിരുന്നുവെന്ന് അവൻ്റെ വാക്കുകൾ എന്നെ ബോധ്യപ്പെടുത്തി. പണം എനിക്ക് മാത്രമല്ല, അവനും അത്രമേൽ അത്യാവശ്യമായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അതിന് നിന്റെ നാട്ടിലെ സ്വത്തുക്കളും ബിസിനസ്സും? ഞാൻ സംശയത്തോടെ ചോദിച്ചു. അവനൊരു കനത്ത നിശ്വാസത്തോടെ എൻ്റെ വിരലുകളിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. അതിനാണ് ഈ നാടകം ദർശിനി. നാട്ടിൽ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു തറവാടാണ് എൻ്റേത്. കുരിശുമുട്ടിൽ മാത്യുത്തരകൻ്റെ ഏക മകനായ അവന് ആ തറവാട്ടിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പരമ്പരാഗത സ്വത്തുക്കളും ബിസിനസ്സും തൻ്റെ പേരിലേക്ക് മാറണമെങ്കിൽ അപ്പനൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ. അവൻ വിവാഹം കഴിക്കണം, ഒരു കുടുംബമായി ജീവിക്കണം. എങ്കിൽ മാത്രമേ ആ സ്വത്തുക്കൾ കൈമാറുമെന്ന് അപ്പൻ തീർത്തു പറഞ്ഞിട്ടുണ്ടെന്ന്. അവനെൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ വലിയൊരു യാചനയുണ്ടായിരുന്നു. എനിക്ക് ആ പ്രോപ്പർട്ടി എൻ്റെ പേരിലാക്കണം. അതിൽ നിന്ന് കിട്ടുന്ന തുക മാത്രമേ എനിക്കെൻ്റെ ബിസിനസ് തകരാതെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. നമ്മൾ വിവാഹിതരാണെന്ന് അപ്പനെയും അമ്മച്ചയും ബോധ്യപ്പെടുത്തണം. നമ്മൾ ഒരുമിച്ച് തറവാട്ടിൽ ചെല്ലണം. അവരത് പൂർണ്ണമായും വിശ്വസിച്ചാൽ മാത്രമേ അപ്പൻ ആ ആധാരങ്ങൾ എൻ്റെ പേരിൽ ഒപ്പിടും. അതിനാണ് ഈ 3 മാസത്തെ കരാർ. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു ആശങ്ക നിറഞ്ഞു തുടങ്ങി. കനൽ നിറമുള്ള സൂര്യപാളികൾ പടിഞ്ഞാറേ തീരത്തേക്ക് താണു പോകുന്നത് നോക്കി ഞാൻ നിന്നു. പണത്തിനു വേണ്ടി മാത്രമുള്ള ഒരു ബന്ധം, ഒരു വലിയ നുണയുടെ പുറത്ത് കെട്ടിപ്പൊക്കാൻ പോകുന്ന ഒരു ജീവിതം. ദീർഘനിശ്വാസത്തോടെ ഞാൻ അവൻ്റെ ആവലാതികൾക്ക് മുൻപ് കൂടെയുണ്ടെന്ന് വാക്കുകൊടുത്തു. അവൻ എന്നെ ആ നെഞ്ചോരം ചേർത്ത് നിർത്തി. തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള, കള്ളവും ചതിയും ഒന്നുമില്ലാത്ത, തന്നെ ഒന്നിനും നിർബന്ധിക്കാത്ത ഒരാൾ വേണമായിരുന്നുവെന്ന്. യു ആർ മൈ ബെസ്റ്റ് ചോയ്സ് ദർശിനി. അവനെൻ്റെ തോളിലൂടെ കൈ ചേർത്തു. അവൻ്റെ നെഞ്ചിലേക്ക് മുറുക്കി ചേർത്തു. പിന്നീട് ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ ഒരൊറ്റ നിഴലായി മാറിയ ഞങ്ങൾക്കിടയിൽ ഒരു കരാറിൻ്റെ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കനത്ത സൗഹൃദത്തിൻ്റെ ആഴവും പരപ്പും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയായിട്ടുണ്ടാകും. പുറത്ത് മുംബൈ നഗരത്തെ പൊള്ളിച്ചുകൊണ്ട് വെയിൽ കത്തുന്നുണ്ടായിരുന്നു. എയർ കണ്ടീഷണറിൻ്റെ നേർത്ത ശബ്ദം. അതല്ലാതെ ആ ചെറിയ ലിവിംഗ് റൂമിൽ മറ്റൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. ജനൽ വിരികൾക്കിടയിലൂടെ അരിച്ചെത്തിയ മങ്ങിയ വെളിച്ചം സോഫയുടെ അരികിലിരുന്ന മൺപാത്രത്തിലെ ഇൻഡോർ പ്ലാന്റിന്റെ ഇലകളിൽ തട്ടി നിഴലുകൾ തീർത്തു. കോളിംബെല്ലിന്റെ ശബ്ദം എന്നെ ഉണർത്തി. ഞാൻ ചെന്ന് വാതിൽ തുറന്നു. ജോർജിയാണ്. അവന്റെ ചുണ്ടിൽ ഒരു നറുചിരി മിന്നുന്നുണ്ടായിരുന്നു. അവൻ തനിച്ചായിരുന്നില്ല. ഒപ്പം കറുത്ത കോട്ടും സ്യൂട്ടും അണിഞ്ഞ പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്നു. തലമുടി മുഴുവൻ നരച്ച, കണ്ണടയ്ക്ക് പിന്നിൽ തിളങ്ങുന്ന കൂർത്ത കണ്ണുകളുള്ള ഒരു ഗൗരവക്കാരൻ. അദ്ദേഹത്തിന്റെ കയ്യിലൊരു പഴയ കറുത്ത ലെതർ ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. ആകെപ്പാടെ ഒരു കോടതി മുറിയുടെ ഗൗരവം ആ മനുഷ്യൻ കൂടെ ചുമക്കുന്നുണ്ടെന്ന് തോന്നി. ഇത് അഡ്വക്കേറ്റ് മുകുന്ദൻ, എൻ്റെ ലീഗൽ അഡ്വൈസറാണ്. ജോർജി അകത്തേക്ക് കയറി സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് വളരെ ഔപചാരികമായി പറഞ്ഞു തുടങ്ങി. അവൻ്റെ ആ ശബ്ദത്തിലും ഭാവത്തിലും ഇന്നലെ കടൽ തീരത്ത് വെച്ച് എൻ്റെ വിരലുകളിൽ തലോടിയ, എൻ്റെ തോളിലേക്ക് കൈചേർത്ത ആ പഴയ സുഹൃത്തിൻ്റെ യാതൊരു അടയാളവും ഉണ്ടായിരുന്നില്ല. മറിച്ച് തൻ്റെ ബിസിനസ്സിലെ പുതിയൊരു ഇടപാടുകാരി മാത്രമാണ് എന്ന രീതിയിലായിരുന്നു അവൻ്റെ ആ നോട്ടം. പെട്ടെന്നുണ്ടായ അവനിലെ ഈ മാറ്റം എന്നെ തെല്ലൊന്ന് വിസ്മയിപ്പിച്ചു. നെഞ്ചിരിപ്പിൻ്റെ താളം തെറ്റുന്നുണ്ടായിരുന്നെങ്കിലും അത് മുഖത്ത് വരാതിരിക്കാൻ ഞാൻ എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. വക്കീൽ മേശപ്പുറത്തിരുന്ന ഗ്ലാസ് ടോപ്പിലേക്ക് കനത്ത കുറേ ബോണ്ട് പേപ്പറുകൾ എടുത്തു വെച്ചു. ആ ചില്ലിന്മേൽ പേപ്പറുകൾ വന്നു വീണ ശബ്ദം പോലും ഒരു മരണമണി പോലെയാണ് എനിക്ക് തോന്നിയത്. ഏകദേശം 25ഓളം പേജുകളുള്ള ദർശിനി, ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ലീഗലായി ഡോക്യുമെന്റ് ചെയ്തതാണിത്. ഇതിൽ 2 കൂട്ടരെയും ഭാഗത്തു നിന്നുള്ള നിബന്ധനകൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. താൻ ഇതൊന്ന് ഒപ്പിടുന്നതിന് മുമ്പ് വായിക്കണം. ജോർജി മേശപ്പുറത്തിരുന്ന പേനയിലേക്ക് വിരലുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിറയ്ക്കുന്ന വിരലുകളോടെ ആ കോൺട്രാക്ട് പേപ്പറുകളുടെ താളുകൾ ഓരോന്നായി മറിച്ചു നോക്കി. വക്കീൽ അതിന്റെ ഓരോ വകുപ്പുകളും പരുക്കൻ ശബ്ദത്തിൽ എനിക്ക് വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു. പണത്തിന്റെ കൈമാറ്റത്തെക്കുറിച്ചും 3 മാസത്തെ കാലാവധിയെക്കുറിച്ചുമൊക്കെ
അതിൽ കറുത്ത മഷിയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ പറഞ്ഞ തുക അക്കൗണ്ടിലേക്ക് വരും. അതിനപ്പുറത്തേക്ക് 1 രൂപ പോലും അധികമായി ചോദിക്കാൻ എനിക്ക് അവകാശമില്ല. അതുപോലെ തന്നെ ഈ 3 മാസത്തിനുള്ളിൽ എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാനോ വ്യവസ്ഥകൾ ലംഘിക്കാനോ കഴിയില്ല. പെട്ടെന്നാണ് ആ പേപ്പറുകളുടെ 15ാമത്തെ പേജിലെ ചില വരികൾ എന്റെ കണ്ണിൽ തടഞ്ഞത്. ആ അക്ഷരങ്ങൾ എന്റെ കണ്ണുകളിൽ കുത്തിക്കയറുന്നതുപോലെ തോന്നി. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരിക ബന്ധം നമുക്കിടയിൽ ഉണ്ടാകുകയോ അതിലൊരു എമർജൻസി പ്രഗ്നൻസി വന്നാൽ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ ദർശിനി ബാധ്യസ്ഥയാണ്. എന്റെ ശ്വാസം നീർത്തു പോകുന്നത് പോലെ എനിക്ക് തോന്നി. മേശപ്പുറത്തിരുന്ന വെള്ള കുപ്പിയിലെ തണുത്ത ജലഗണങ്ങൾ താഴെ കൊലിച്ചിറങ്ങുന്നത് ഞാൻ നോക്കി നിന്നു. വരികൾ അവിടെയും തീർന്നിരുന്നില്ല. കരാറിന്റെ അവസാന താളുകളിലേക്ക് എത്തിയപ്പോൾ അതിന്റെ കൂടെ മറ്റൊരു നീല ഫോം കൂടി ഉണ്ടായിരുന്നു. 3 മാസത്തെ കാലാവധി കഴിയുന്ന അന്ന് തന്നെ കോടതിയിൽ സമർപ്പിക്കാനുള്ള മ്യൂച്വൽ ഡിവോഴ്സിന്റെ അപേക്ഷാ ഫോം. ജനിക്കുന്നതിന് മുൻപ് തന്നെ മരണപത്രം എഴുതുന്നത് പോലെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ വിവാഹമോചനത്തിനുള്ള പേപ്പറിൽ ഒപ്പിടുക. ഒരു നിമിഷം എന്നെ വല്ലാതെ ഒരു ഭയം വരിഞ്ഞു മുറുക്കി. മേശപ്പുറത്തിരിക്കുന്ന ഒരു വെറും കളിപ്പാവം മാത്രമാണോ താനവന്? പണത്തിനു വേണ്ടി എന്ത് നിബന്ധനയും അനുസരിക്കുന്ന വെറും ഒരു ജീവനക്കാരി. എന്റെ മനസ്സിൽ സംശയങ്ങളുടെ വലിയൊരു കൊടുങ്കാറ്റുയർന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അവൻ എന്നോട് കാണിച്ച ആ വലിയ സൗഹൃദവും കരുതലും സ്നേഹവുമെല്ലാം ഒടുവിൽ ഇങ്ങനെയൊരു കരാറിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടി അവൻ കരുതിക്കൂട്ടി ചെയ്ത നാടകമായിരുന്നോ? അവന് ബിസിനസ് രക്ഷിക്കാൻ തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന, വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാളെ വേണമായിരുന്നു. അതിനായി അവൻ എന്നെ കരുവാക്കുമായിരുന്നോ? ആ സംശയങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലായിരുന്നു ജോർജിയുടെ അപ്പോഴത്തെ ഇരിപ്പും ഭാവവും. മുൻപുണ്ടായിരുന്ന ആ പല്ലുകൾക്കിടയിലൂടെയുള്ള ചിരിയില്ല. കണ്ണുകളിലെ ആ നിഷ്കളങ്കമായ തിളക്കമില്ല. എന്നെ മനസ്സിലാക്കുന്ന ആ പഴയ കെയറിങ്ങില്ല. ഒന്നുമില്ല. വെറുമൊരു കരിങ്കല്ല് പോലെ അവൻ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ജോർജിക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ദർശിനി, തനിക്ക് ഒപ്പിടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? വക്കീലിന്റെ പരുക്കൻ ശബ്ദം ആ നിശബ്ദതയെ കീറിമുറിച്ചു. ഒരു നിമിഷം ആ റൂമിന്റെ ചുവരുകളിൽ തല കീഴായി മറിയുന്നത് പോലെ എനിക്ക് തോന്നി. മനസ്സിനെ പൂർണ്ണമായി മരവിപ്പിച്ചുകൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ ആ പേന കയ്യിലെടുത്തു. തുടരും. വായിച്ചിട്ട് കഥ ഇഷ്ടായോ? എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.